പുത്തുമല ഒന്നാകെ ഒലിച്ചുപോയ ഓർമ്മകൾക്ക് ഇന്ന് 5 വയസ്സ്. 2019 ഓഗസ്റ്റ് 8-നാണ് പച്ചക്കാട് മലയുടെ ഒരു ഭാഗം പുത്തുമലയെ ഒന്നാകെ വിഴുങ്ങിയത്. 17 ജീവനുകൾ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. തകർന്ന ജീവിതങ്ങൾ പലതും ഇന്നും കരകയറാതെ പകച്ചു നിൽക്കുകയാണ്. 5 വർഷങ്ങൾക്കിപ്പുറം പുത്തുമല പച്ചപ്പണിഞ്ഞിരിക്കുന്നു. എന്നാൽ നടുക്കുന്ന ഓർമ്മകൾക്ക് മരണമില്ല. എങ്ങും ശ്മശാന മൂകതയാണ്. പുത്തുമല ഇന്ന് നിശബ്ദമാണ്. കുത്തിയൊലിച്ചു വന്ന ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ നിരവധി പേരുടെ ആത്മാക്കൾ ഇന്നും ഉറങ്ങുകയാണ്. ഒരു ദിവസം കൊണ്ട് സർവവും നഷ്ടപ്പെട്ടവർ. മനുഷ്യവാസമില്ലാതെ അടച്ചിട്ട വീടുകൾ, മലവെള്ളത്തോടൊപ്പം താഴേക്ക് പതിച്ച പാറക്കഷ്ണങ്ങൾ, മൺകൂനകൾ. ഒലിച്ചുപോയതിൽ 5 പേരെ കണ്ടെത്താനായില്ല. ഉരുൾപൊട്ടലിന്റെ ബാക്കിപത്രമെന്നോണം മണ്ണിനുള്ളിൽ പകുതി മാത്രം തെളിഞ്ഞു കാണുന്ന വീടുകൾ. പഴയ ജീവിതം പലർക്കും തിരിച്ചു കിട്ടിയില്ല. അവിടെയാണ് പുത്തുമല പണ്ട് ഉരുള് പൊട്ടിയിട്ട് ഈ മലയിൽ നിന്ന് മറ്റൊരു മലയ്ക്ക് മറിച്ച് ഭൂമി പ്രപഞ്ചങ്ങൾ കംപ്ലീറ്റ് ഭൂമി കൂടെ വെള്ളം ഒലിച്ചു വന്ന് മരങ്ങളും ഇതൊക്കെ ഉടഞ്ഞു വന്ന് ഞങ്ങൾ 17 ആളെ മരിച്ചുപോയി. അതിൽ 5 അളിഞ്ഞ് കിട്ടാനാണ്. ആ വിഷമം തീർന്നിട്ടില്ല. ആ തീരുന്നതിനിടയ്ക്കാണ് ഈ ദുരിതം ഉണ്ടായത്. ഇപ്പോൾ ചൂരമല മുണ്ടക്കായി 100 ബോഡികൾ ഇനിയും കിട്ടാണ്ട് അതിനെ എടുക്കാൻ പറ്റില്ലെന്ന് അങ്ങനത്തെ സിറ്റുവേഷനാണ്. ഇപ്പോൾ അവിടെ മരിച്ച ആളുകളും ഇവിടെ കൊണ്ടാണ് അടക്കം ചെയ്യുന്നത്. പുത്തുമല ദുരന്തത്തിൽപ്പെട്ട നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളും മൃതശരീരങ്ങളുടെ ഭാഗങ്ങളും നമ്മൾ അടക്കം ചെയ്യുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ഈ പ്രദേശത്തുള്ളവരാണ്, ഈ പ്രദേശത്ത് ജീവിച്ചവരാണ്, ഈ പ്രദേശത്ത് ജനിച്ചവരാണ് ഈ ഭാഗത്തുള്ളവർ. അപ്പോൾ അവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ മറവ് ചെയ്യണമെന്നുള്ള പഞ്ചായത്തിൻ്റെ തീരുമാനപ്രകാരമാണ്, ജനങ്ങളുടെ ആവശ്യപ്രകാരം ആ സ്ഥലത്ത് തന്നെയാണ് ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂട്ടായി മറവ് ചെയ്യുന്നത്. 58 വീടുകൾ നാമാവശേഷമായി. 22 വീടുകൾ ഭാഗികമായും തകർന്നു. കൂടെ പലരുടെയും സ്വപ്നങ്ങളും. മറ്റൊരു ദുരന്തത്തിന്റെ 5ാം വാർഷികം. ഇനിയും എത്രയെണ്ണം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം അർജുൻ PS, ജനം, വയനാട്.